ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? ഹലോ മിസ്റ്റർ നമ്പ്യാർ. മുതലാളി, ഓ മൈ ഗോഡ്, സിഐഡി എസ്കേപ്പ്. മുതലാളി പൈസ വിട്ടു. മുതലാളി ഫുൾ സ്പീഡ്. ഞങ്ങളുടെ ജോലിക്കാരൻ മുതലാളി ഒന്നോടൊക്കെ ഞങ്ങളുടെ ജോലിക്കാരൻ. ഒരിടത്തും രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. കാർ തടയാൻ ഇതിനകം വയലുള്ള സന്ദേശം കൈമാറിയിട്ടുണ്ടാവും. കാർ മാറുന്ന ബുദ്ധി. പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സാർ. ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട്, വെങ്കടേശ്വര മിൽ. പെട്ടി അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സി ഐ ഡിയുടെ ജീവനോട് വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായെ വരുത്തുക. ഭവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. താങ്ക് യു. മുതിര അടുത്തങ്ങനെ കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണേശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനിന്നൊരു പേടി സ്വപ്നമാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 2 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല. അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ 2 സിഐഡികൾ. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക് ഗൺ. ഇത് അമ്പും മില്ല് ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവുമുണ്ട്. ഏത് വേണമെന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. എന്ത് സംവിധാനമായാലും കൊള്ളാം, പെട്ടെന്ന് വേണം. CIDകളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലായി ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട്. വെരി ഗുഡ്. അപ്പോ ആ കായ്കറി വണ്ടിയിൽ ഞാനൊരു ടൈം ബാമ്പ് വെച്ചേക്കാം. അതെങ്ങനെ? മാമ്പഴക്കൂട്ടത്തിൽ என்ன இந்த அட்ரஸ் எங்க இருக்கு கொஞ்சம் சொல்லுங்க. இதா இத நேர போயிட்டு அப்படி லெஃப்ட் கட் பண்ணி எங்க இருக்கு? நேரா போய் லெஃப்ட்ல கட் பண்ணுங்க. அங்க 4வது தெருவு. அங்க நேம் போர்டு பார்க்கலாம். ரொம்ப தேங்க்ஸ்.
ബാലേട്ട, അയ്യോ ബാലേട്ട, ഇത് എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയാ ബാലേട്ട? നോ മോർ എക്സ്ക്യൂസസ്. ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ. ഇനി തെറ്റുപറ്റില്ല. ഡാർജിലിംഗിലെ ഗൂർഖ ഗറിലകളെ പോലെ ഞാനന്ന് കാണിച്ച അമ്പും വില്ലും ഉപയോഗിച്ചാലോ? എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല, കുന്തം പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബാമ്പ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ. അതുപോലെ ആയാലോ? തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. രണ്ടുപേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഗുഡ് ബൈ. ബൈ. ബ്ലഡി ഷിറ്റ്, അവനത് ഓൺ ചെയ്തില്ല. ചതിച്ചു. അവനത് മാർവാടി കടയിൽ കൊടുക്കാനാണ് പരിപാടി. കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാടെ കുഴപ്പമാവും. അവൻ രക്ഷപ്പെട്ടെന്നും വരും. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഗോ. ഈ റേഡിയോ വിൽക്കാനാണ്? ആണെങ്കിൽ എന്റെ സ്വന്തം റേഡിയോ വിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ. എന്ത് വില വേണം? നിങ്ങൾക്ക് വേണം. എന്ത് തരും? എന്തും തരും. ടാക്സി. വിജയ, നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. നടു റോഡിൽ നിന്നൊക്കെ ട്രാൻസിസ്റ്റർ കിട്ടാന്നൊക്കെ പറഞ്ഞ സത്യം പറ, നീ മോഷണം തുടങ്ങിയല്ലേ? നീ ഇരുന്നണ്ട. നിന്നെ കൊണ്ട് തിരിച്ചിട്ട് എനിക്ക് പുണ്യൊന്നും കിട്ടാനില്ല. എടാ, മദുരാശി എന്ന് പറയുന്നത് അതിനിഗൂഢമായ ഒരു പട്ടണ. നിന്റെ പച്ചക്കറി വണ്ടി പട്ടാപ്പകല് പൊട്ടിത്തെറിച്ചില്ലേ? അതെങ്ങനെയാ? അതുപോലെ മറ്റൊരത്ഭുതമാണ് ഈ ട്രാൻസിസ്റ്റർ. മനസ്സിലായ? എന്താ ഒരു ബഹളം? വാ, നമുക്ക് നോക്കാം. എന്താ നോക്കാന്നേ? എന്താ അവിടെ ബഹളം? നീ വന്നേ, നീ വന്നേ. എന്താ അവിടെ ബഹളം നോക്കാന്നേ? കൈന്ന് വിടാൻ പറഞ്ഞപ്പോ ഒരുപാട് തവണ കൊടുങ്ങയ്യാ. ഇല്ലേ, എത്രയോ വാട്ടി ചൊല്ലിയാச்சு. ஐயா, இது பெரிய அக்கிரமையா. போயா. என்ன இங்க கலாட்ட? ഈ തോന്നിയ ദിവസം കൈയും കെട്ടി നോക്കിക്കാൻ പറ്റില്ല. ഉയിര് വേണമെന്ന് നേരത്തെ കാലം. ആഹാ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി എന്റെ വെങ്കടേശ. இந்த ராஸ்கலை அடிங்கடா. അടിങ്ങടാ വെങ്കടേശ. ഇവന്മാരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ആദ്യം എന്റെ ദേഹത്തോടുന്നവനെ ഞാൻ വെട്ടിവീഴ്ത്തും. என்ன சொல்றா? முதல்ல தொடர்வனை கத்தியால வெட்டிடுவானா? அப்படியா? ആർക്കെങ്കിലും ചാവാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാ. சோம்பேறி பசங்க அடிங்கடா. முதல்ல நீங்க அடிங்க, அப்புறமா நாங்க அடிக்கிறோம். எந்த ராஸ்கலுக்குமே தைரியம் இல்லையா? தலைவர் வா, முதல்ல தலைவருக்கு வா. உங்க பேர் என்னங்க? தாசன், ராமதாசன். இனிமே இந்த ராமதாசர் தான் நமக்கு தலைவர். தலைவர் ராமதாஸ். தலைவர் ராமதாஸ்.